വായിക്കട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21 അധ്യായം 4 വാക്യം. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിൽ സ്വർണത്തെക്കാൾ വിലയേറിയ വിധവയുടെ 2 ചെമ്പ് നാണയങ്ങളെ കുറിച്ച് ഈശോ പറയുകയാണ്. ദാനധർമ്മം എന്നത് യഹൂദരുടെ മതപരമായ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തങ്ങളുടെ സമ്പത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ദേവാലയ ആവശ്യങ്ങൾക്കായി നീക്കിവെക്കണമായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിരുന്നവർ അത് ദേവാലയത്തിൽ നിക്ഷേപിക്കും. വലിയ തുകയുമായി വരുന്നവർ വാദ്യമേളങ്ങളോടെയായിരുന്നു അവ സമർപ്പിച്ചിരുന്നത്. അതുവഴി അവിടെയുള്ള എല്ലാവരും അത് അറിയുകയും ചെയ്യും. എന്നാൽ വാദ്യമേളങ്ങളുടെയോ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെയോ ശ്രദ്ധയിൽപ്പെടാതെയായിരുന്നു ആ ദരിദ്രയായ വിധവ തന്റെ ഇല്ലായ്മയിൽ നിന്നുള്ള സമ്പത്ത് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത്. ഇവിടെ യഥാർത്ഥ നിക്ഷേപത്തിന്റെ അല്ലെങ്കിൽ ദാനധർമ്മത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. ഔദാര്യം സമ്പത്തിന്റെ നിറവിൽ നിന്നല്ല, ത്യാഗപൂർണമായ അർപ്പണമാണ്. അളവിനേക്കാൾ ഉദ്ദേശത്തിന്റെ മൂല്യമാണ് പ്രാധാന്യം. എന്തുമാത്രം കൊടുത്തു എന്നതല്ല, അതിൽ കൂടുതൽ ഹൃദയത്തിന്റെ വലിപ്പവും ത്യാഗവും കണക്കാക്കുന്നു. വിധവ നൽകിയ ആ ദാനം അവളുടെ ത്യാഗത്തിന്റെയും വിശ്വാസത്തിൻ്റെതുമായിരുന്നു. നമുക്ക് സമ്മലേക്ക് നോക്കാം. എൻ്റെ കാഴ്ച അല്ലെങ്കിൽ ദാനധർമ്മം എപ്രകാരമുള്ളതാണ്? എൻ്റെ മിച്ചത്തിൽ നിന്നാണോ അതോ ത്യാഗത്തിൽ നിന്നാണോ? ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച ആ വിധവയുടെ മനോഭാവത്തെയും ഹൃദയത്തെയും പോലെ എൻ്റെ ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ.